ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ കാണാനായി ഹൈക്കോടതി ജഡ്ജി അങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ നേരിൽ കണ്ട് പരിശോധിക്കാനാണ് ജസ്റ്റിസ് എൻ നഗരേഷ് ഇപ്പോൾ കൊച്ചി പാലാരിവട്ടത്തെ ലാൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം നേരിൽ കണ്ട് പരിശോധിക്കാനാണ് കോടതിയുടെ തീരുമാനം. KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ജഡ്ജി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സിനിമ കാണാനുള്ള തയ്യാറെടുപ്പിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. അതെ ആര്യ, അല്പം മുമ്പാണ് ഇപ്പോൾ ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് ഈ കാണുന്ന കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലേക്ക് എത്തിയത്. ഈ സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ സ്റ്റുഡിയോയിലേക്ക് അദ്ദേഹം നേരിട്ട് എത്തിയിരിക്കുന്നത്. ഇതൊരു അസാധാരണമായൊരു നടപടി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സാധാരണ ഇത്തരത്തിലൊരു മുൻപും സിനിമകളൊക്കെ വിവാദമായിട്ടുണ്ട്, ഒരുപക്ഷെ കോടതിയിലും എത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും കോടതി നേരിൽ ഒരു സിനിമ കണ്ട് അത് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദത്തിനിടെ നിർമ്മാതാക്കൾ തന്നെ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇതിൽ ഈ ജാനകി എന്ന പേര് വലിയ പ്രശ്നമായി സെൻസർ ബോർഡ് ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇത് അത്തരത്തിൽ മതപരമായോ വംശീയപരമായോ യാതൊന്നും ഈ ചിത്രത്തിലില്ല, അത്തരത്തിലൊരു അവഹേളനവും ഈ ചിത്രത്തിലില്ല. അതൊരു പക്ഷേ കോടതി നേരിട്ട് കണ്ടാൽ തന്നെ അക്കാര്യങ്ങൾ ബോധ്യമാകും കോടതിക്ക് എന്ന് നേരത്തെ നിർമ്മാതാക്കൾ ഈ വാദമധ്യേ ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അത് ജഡ്ജി പരിഗണിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നേരിട്ട് തന്നെ കണ്ട് കാര്യങ്ങൾ ഇതിൽ എന്തെങ്കിലും വിവാദങ്ങളുണ്ടോ അല്ലെങ്കിൽ വിവാദ ഭാഗം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നേരിട്ട് കണ്ട് തന്നെ വിലയിരുത്താം എന്ന് ജഡ്ജി തീരുമാനിച്ചു. അത് നിർമ്മാതാക്കളോട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ ചിത്രം കാണാനുള്ളൊരു സൗകര്യം സ്റ്റുഡിയോയിൽ ഒരുക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പടമുകൾ, കാക്കനാട് പടമുകളിലുള്ള കളർ പ്ലാനറ്റ് എന്ന് പറയുന്ന ആ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിന് സിനിമ കാണാനുള്ളൊരു സൗകര്യം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 10 മണിക്ക് അദ്ദേഹം എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. 10 മണിക്ക് മുൻപ് തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ ചിത്രം കാണാനായി ഈ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ 1-2 മണിക്കൂറുകൾ നീളുന്നതാണ് ചിത്രം. ആ ചിത്രം കണ്ട ശേഷം അദ്ദേഹം ഇനി കോടതിയിൽ ഈ കേസ് വരുന്ന മുറയ്ക്കായിരിക്കും അതുമായി ബന്ധപ്പെട്ട് എന്താണ് കോടതിയുടെ ഒരു തീരുമാനം എന്നുള്ള കാര്യം അറിയാൻ കഴിയുകയുള്ളൂ. ഈ ഹർജി ഇനി പരിഗണിക്കുന്നത് ബുധനാഴ്ചയാണ്. അതായത് 9-ാം തീയതിയാണ് ഈ ഹർജി കോടതി ഇനി പരിഗണിക്കുക. ആ വേളയിലായിരിക്കും കോടതിയുടേതായ നിരീക്ഷണങ്ങളിലൊക്കെ കോടതി എത്തുക. അല്ലെങ്കിൽ ആ ഘട്ടത്തിലായിരിക്കും എന്താണ് കോടതിയുടെ ഒരു നിലപാട് എന്നുള്ളത് സംബന്ധിച്ച് ചില വിവരങ്ങൾ ആ ഘട്ടത്തിലായിരിക്കും പുറത്തു വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം ഈ സെൻസർ ബോർഡിനോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്താണ് ഈ ചിത്രത്തിൻ്റെ പേര് മാറ്റണം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്, എന്താണ് ഈ പേരിന് പ്രശ്നം, നേരത്തെയും ഇത്തരത്തിൽ ദൈവങ്ങളുടെ പേരൊക്കെ വന്നിട്ടുള്ളതല്ലേ, ഈ പേരിന് ഈ ചിത്രത്തിനിടുമ്പോൾ എന്താണ് അതിലൊരു പ്രശ്നം, അതിൽ മതപരമായ എന്ത് വിഷയമാണുള്ളത് എന്നൊക്കെ കോടതി പലതവണ ചോദിച്ചിരുന്നു. വംശീയപരവും മതപരവും ജാതീയപരമായുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് പ്രദർശിപ്പിക്കരുത് എന്നുള്ളതാണ് നിയമം, അത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് സെൻസർ ബോർഡ് വിശദീകരിച്ചിരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഈ സിനിമയിലില്ല എന്ന് പലകുറി നിർമ്മാതാക്കളടക്കം ചൂണ്ടിക്കാട്ടിയതാണ്. കോടതിയും അത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. അങ്ങനെ എന്താണ് പ്രശ്നം, എന്തടിസ്ഥാനത്തിലാണ് ഈ പേര് മാറ്റണമെന്ന് പറയുന്നത്, സംവിധായകൻ്റെ അല്ലെങ്കിൽ കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക, അതിൽ ഇന്ന പേര് വേണം എന്നൊക്കെ എങ്ങനെയാണ് സെൻസർ ബോർഡ് അവരോട് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ഒട്ടുമിക്ക പേരുകളും എല്ലാം ഈ ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് ഈ പേര് ഈ ചിത്രത്തിന് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം കുറേ കൂടി അക്കാര്യത്തിലൊരു വിശദീകരണം നൽകണം, അതിനായി ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യവാങ്മൂലം ഉടൻ സമർപ്പിക്കും. അത് എല്ലാം കൂടി ചേർത്ത് ബുധനാഴ്ചയായിരിക്കും കോടതി ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ പറയുക. ആര്യ, ശരി, അസാധാരണ നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ നേരിൽ കണ്ട് പരിശോധിക്കുവാനാണ് കോടതിയുടെ തീരുമാനം. നിർമ്മാതാക്കളുടെ ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് എൻ നഗരേഷാണ് സിനിമ കാണാനായി കൊച്ചിയിലേക്ക് എത്തിയത്. തത്സമയ ദൃശ്യങ്ങളും ഒപ്പം വിവരങ്ങളുമാണ് ഉമേഷ് നൽകിയത്.